നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ നാഥ്, ഫെർട്ടിലിറ്റി ആൻഡ് വുമൻസ് കെയർ സ്പെഷ്യലിസ്റ്റ്, ആയുർ കെയർ. ആർത്തവം കണ്ടുവരുന്ന സ്ത്രീകളിൽ പൊതുവെയായിട്ട് നേരിയ തോതിലുള്ള വയറുവേദന അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണെങ്കിലും 10% പേരിൽ ഇത് അതികഠിനമായിട്ട് വരാറുണ്ട്. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഡിസ്മെനോറിയ പ്രധാനമായിട്ടും 2 തരത്തിലാണ് കാണപ്പെടുന്നത്: പ്രൈമറി ഡിസ്മെനോറിയ, സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡർ അല്ല, സാധാരണയായിട്ടുണ്ടാവുന്ന ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പ്രൈമറി ഡിസ്മെനോറിയയിൽ പ്രധാനമായിട്ടും നമ്മുടെ ആർത്തവ സമയത്തും അതുപോലെ തന്നെ പ്രസവ സമയത്തും യൂട്രസിനെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഉണ്ട്, പ്രോസ്റ്റഗ്ലാൻഡിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. ഇതിൻ്റെ കുറച്ച് അളവിൽ കൂടുതൽ അളവിൽ കണ്ടുവരുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് സാധാരണയായിട്ട് പ്രൈമറി ഡിസ്മെനോറിയയിൽ അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറ്. സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈങ് യൂട്രൈൻ പാത്തോളജി, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗൈനക്കോളജിക്കൽ അസുഖം യൂട്രസിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവ കാണപ്പെടുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, അതുപോലെ എൻഡോമെട്രിയോസിസ്, എഡിനോമയോസിസ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്നിവ യൂട്രസിൽ ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ ഒരു സെക്കൻഡറി ഡിസ്മെനോറിയ കാണുന്നത്. ഈ പറഞ്ഞ അസുഖങ്ങളിൽ തന്നെ പ്രാധാന്യമേറിയത് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ആണ്. ഈ എൻഡോമെട്രിയോസിസ് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം സ്ത്രീകൾ നമുക്ക് ചുറ്റും ഉണ്ട്. പലപ്പോഴും ഗൈനക്കോളജിക്കൽ ക്ലിനിക്സിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ എത്തിപ്പെടാറുണ്ട്. പലപ്പോഴും ഒരു വന്ധ്യതയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് എത്തുമ്പോഴാണ് ഈ രോഗനിർണയം തന്നെ കണ്ടുപിടിക്കുന്നത്. കാരണം അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ ചെറുതായിരിക്കും, പക്ഷേ രോഗത്തിൻ്റെ തീവ്രത അതികൂടുതലായിരിക്കും, അതികഠിനമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇത് കണ്ടുപിടിക്കാതെ പോകുന്നുണ്ട്. എന്നാലും ചില ലക്ഷണങ്ങൾ, അതായത് ആർത്തവ സമയത്തുള്ള കഠിനമായിട്ടുള്ള വയറുവേദന, ഈ കഠിനമായിട്ടുള്ള വയറുവേദന പ്രൈമറി ഡിസ്മെനോറിയയുടെ കൂടെ വരാം. എന്നാൽ കൂടെ സെക്കൻഡറി ഡിസ്മെനോറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ മാസക്കുളി തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തൊട്ട് ഈ വേദന അതികഠിനമായിരിക്കും. പ്രധാനമായിട്ടും ലോവർ അബ്ഡോമിനൽ, അടിവയറിലും നടുഭാഗത്തും കാലിലേക്ക് ഇറങ്ങുന്നതും പോലെയുള്ള അതിശക്തമായിട്ടുള്ള വേദനയായിരിക്കും. 2 ദിവസം മാസക്കുള്ളിൽ 2 ദിവസം മുമ്പ് തൊട്ടേ തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ പറഞ്ഞ വേദന കൂടി വരുന്നൊരു വേദന വിശേഷമാണ് ഈ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഗർഭാശയത്തിൻ്റെ ഉള്ളിലെ പാളിയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ആർത്തവ രക്തം പുറത്തു പോകുന്നതോടൊപ്പം തന്നെ പുറത്തു പോകാറുണ്ട്. അതുപോലെ തന്നെ അടുത്ത സൈക്കിൾ ആകുമ്പോഴത്തേക്കും അത് വീണ്ടും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗർഭധാരണം നടക്കാത്ത സൈക്കിൾസിലാണ് ഇത് ഇത്തരത്തിൽ മെൻസ്ട്രുവൽ ബ്ലഡിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അടുത്ത മാസക്കുളി ആകുമ്പോഴത്തേക്ക് പുതിയ പാട ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ പറഞ്ഞ എൻഡോമെട്രിയം ഗർഭാശയത്തിൻ്റെ ഉള്ളിലല്ലാതെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട് അണ്ഡാശയങ്ങളിലോ ട്യൂബ്സിലോ അല്ലെങ്കിൽ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലോ അല്ലെങ്കിൽ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഇത് വളർന്നു വരുന്നു. അതായത് ഒരു എക്സ്ട്രാ യൂട്രൈൻ സർഫസിൽ പോയിട്ട് ഇത് വളർന്നു വരുന്നു. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും യൂട്രസിൻ്റെ ഘടനയെ തന്നെ, അണ്ഡാശയങ്ങളുടെയും ട്യൂബ്സിൻ്റെയും ഒക്കെ ഘടനയെ തന്നെ ബാധിക്കുന്നു. അണ്ടോൽപത്തിയെ ബാധിക്കുന്നു. അതുപോലെ ട്യൂബൽ ബ്ലോക്സ്, എൻഡോമെട്രിയോസിസ് കാരണം ഗർഭാശയത്തിൻ്റെ പാളികളിൽ തമ്മിലുള്ള ഒട്ടിപ്പിടിക്കൽ, അഡ്ഹഷൻസ് എന്നാണ് അതിന് നമ്മൾ പറയുക, ഇതൊക്കെ വരുന്നത് കാരണം ട്യൂബൽ ബ്ലോക്ക് സംഭവിക്കുന്നു. അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഉള്ളിലെ അസന്തുലിതാവസ്ഥ കാരണം പലപ്പോഴും ഗർഭധാരണം നടക്കുന്നതിന് തടസ്സം വരുന്നു, ഇംപ്ലാന്റേഷൻ ഫെയിലിയർ വരുന്നു. എൻഡോമെട്രിയോസിസ് ചികിത്സിക്കാതിരുന്നാൽ ക്രമേണ അത് വന്ധ്യതയിലേക്ക് നയിക്കപ്പെടുന്നു. ഇനി എങ്ങനെയാണ് എൻഡോമെട്രിയോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? പലപ്പോഴും ലക്ഷണങ്ങൾ ചെറുതാണ്, എങ്കിൽ കൂടെയും ഡയഗ്നോസ്റ്റിക് ടെക്നോളജീസായ USG, അതുപോലെ തന്നെ MRI, ഈ എൻഡോമെട്രിയോസിൻ്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ MRI പോലെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണം. CA-125 ടെസ്റ്റ്. അതുപോലെ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ഏറ്റവും നല്ല ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയാണ്. രോഗത്തിൻ്റെ തീവ്രത, രോഗിയുടെ ലക്ഷണങ്ങൾ, രോഗിയുടെ പ്രായം ഇവയെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ആയുർവേദത്തിൽ എൻഡോമെട്രിയോസിസിൻ്റെ ചികിത്സ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉത്തരവസ്തി ചികിത്സയാണ് എൻഡോമെട്രിയോസിസിന് ഏറ്റവും കൂടുതൽ ഫലം കണ്ടിട്ടുള്ളത്. എന്താണ് ഉത്തരവസ്തി? ഗർഭാശയത്തിനകത്തേക്ക് ഔഷധത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഉത്തരവസ്തി എന്ന് പറയുന്നത്. ഈ ഉത്തരവസ്തി ചികിത്സയിലൂടെ ക്വാളിറ്റി ആയിട്ടുള്ള അണ്ഡം ഉൽപ്പാദിപ്പിക്കാനും അഡ്ഹഷൻസ് മൂലം ട്യൂബൽ ബ്ലോക്ക് ഉണ്ടായതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടി യൂട്രസിൻ്റെ അറ്റ്മോസ്ഫിയറെ കറക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടി ഉത്തരവസ്തി ചികിത്സ സഹായിക്കുന്നു. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന പലപ്പോഴും എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ട് മാറും.
ഇത് കൃത്യസമയത്ത് കണ്ടുപിടിക്കുന്നതും കൃത്യമായിട്ടുള്ള ചികിത്സയും ലഭ്യമാക്കേണ്ടതാണ്. എൻഡോമെട്രിയോസിസിൻ്റെ ചികിത്സയിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യവും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ എൻഡോമെട്രിയോസിസ് എന്നുള്ള ഈ ഒരു അവസ്ഥയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്രദമാക്കേണ്ടതാണ്.